ഗൗതമുണ്ട്, അമ്മ മാറി ഒരു അമ്മായിമ്മയുടെ റോളിലേക്ക്. ഞാൻ ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ മക്കളെ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ നീ സ്വന്തമായിട്ടൊരു വീട് വാങ്ങുകയോ ഫ്ലാറ്റ് വാങ്ങിക്കുകയോ മാറ്റി തരണം. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില ചിട്ടകളും രീതികളുണ്ട്. അപ്പൊ എന്റെ ചിട്ടകൾക്കും രീതികൾക്കും വന്നു കയറുന്ന മോള് നിൽക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഞാനൊരു വില്ലത്തിയായിട്ട് വരാൻ, മറ്റേ സീരിയലിൽ അഭിനയിക്കുന്ന വില്ലത്തിയായിട്ടൊന്നും വരാൻ ഞാൻ നിൽക്കില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് ഒതുങ്ങി എൻ്റെ ചിട്ടവട്ടങ്ങളായിട്ട് എനിക്ക് രാവിലെ എണീക്കണം, അമ്പലത്തിൽ പോകണം, കുറേ കാര്യങ്ങളുണ്ട്, വീട് വൃത്തിയായി കിടക്കണം, ഇങ്ങനെ കുറേ ശീലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ പുതിയ ജനറേഷൻ ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാൻ പറ്റും. എന്തിനാ പറഞ്ഞ ഒരു അസ്വസ്ഥത? സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കട്ടെ, അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ സമാധാനത്തോടെ ജീവിക്കട്ടെ, പിണങ്ങരുത്, വഴക്കിടരുത്, പിരിഞ്ഞു പോകരുത്. അത്ര എനിക്കുള്ളൂ. അല്ല, ഞാനിത് പറഞ്ഞ ഇപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം എന്നെക്കാളും മുമ്പേ കല്യാണം കഴിച്ച കുറേ പേര് എനിക്കറിയാം. അപ്പോൾ അവരുടെയൊക്കെ ഫാമിലിയിലാണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ഫാമിലിയൊക്കെ അറിയാമെങ്കിലും ആഫ്റ്റർ മാരേജ് അതൊരു വേറെ ചിട്ടയും റൂളൊക്കെയാണ് അവരുടെ ഫാമിലി, ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ്, ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവം സഹായിച്ച് നല്ലൊരു അമ്മയും നല്ലൊരു അമ്മായിയമ്മയാണ് എനിക്ക്. പക്ഷെ ഞാൻ ഇതില് അവളോട് അന്ന് മുതലേ ഞാൻ പറയുന്നത്, ചേച്ചിക്ക് മോളെ പോലെയാണ് അവളെ കരുതുന്നത് എല്ലാം. പക്ഷെ അവൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവള് തിരിച്ച് അമ്മേനെ എന്നെക്കാളും കൂടുതൽ, ഇപ്പം ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ മോള് ഞാനും ആകുമ്പോൾ 1008 അടി ഉണ്ടാവും, അത് വേറെയാണ്. പക്ഷെ അവിടുത്തെ അമ്മേനെ അവൾ കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യണം. കാരണം ആ അമ്മ ഈ മോനെ ഇത്ര നന്നായി വളർത്തിയത് കൊണ്ടാണ് ഇവള് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതെ, അതെ, ഞാൻ ഈ ഉറക്കത്തിന്റെ മാത്രമേ ഉള്ളൂ. അത് മാറ്റണം, അത് മാറ്റണം.